നമ്മൾക്കൊപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. തദ്ദേശ വാർഡ് വിഭജന ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബാർക്കോഴ വിവാദം ഉയർത്തി പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ വൻ ഗൂഢാലോചന നടന്നതായി VD സതീശൻ പരാതിയിൽ പറയുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. അല്ലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ശൂന്യവേളയിൽ VD സതീശൻ ബാർക്കോഴ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണോ നൽകാൻ പോകുന്നത്? എന്താണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിക്കുള്ള നോട്ടീസിൽ പറയുന്നത് VD സതീശനും പ്രതിപക്ഷവും? ഇനി മുൻപോട്ട് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക? വരുന്ന നിമിഷങ്ങളിൽ വലിയ സഭ പ്രക്ഷുബ്ധമാകാനും കലുഷിതമാകാനുമുള്ള സാധ്യതയുണ്ടോ? അതിനിടയിൽ ഈ തദ്ദേശ വാർഡ് വിഭജന ബില്ലിന്റെ അവസ്ഥ എന്താവും? അല്ലമീൻ. അരുൺകുമാർ, 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ മന്ത്രിമാർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ചോദ്യോത്തരവേള കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ സെഷനാണ്. അതിനുശേഷമായിരിക്കും ശൂന്യവേളയിലേക്ക് കടക്കുക. പ്രതിപക്ഷം ഇന്ന് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സഭയിൽ ഉന്നയിക്കാൻ ആലോചിക്കുന്നത്. റോജി M. ജോൺ ആയിരിക്കും നോട്ടീസ് നൽകുക. അതിൽ പറയുന്നത് ഈ നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, അത് അട്ടിമറിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സുതാര്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഒരു പക്ഷേ പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഈ ശൂന്യവേളയിൽ സഭയിൽ അവർ എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ നോട്ടീസിലെ കൃത്യമായ കണ്ടന്റ് എന്താണോ എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടില്ല. റോജി M. ജോൺ നോട്ടീസ് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും ആ വിഷയത്തെ ഭരണപക്ഷം അതുപോലെ തന്നെ സ്പീക്കർ എങ്ങനെ നേരിടുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. ഒരുപക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് മറുപടി പറയുക, അന്വേഷണം തുടരുകയാണ്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മറുപടി എന്ന നിലയിൽ അത് ചുരുക്കാനായിരിക്കും സാധ്യത. പക്ഷേ എത്രത്തോളം പ്രതിപക്ഷം ആ വിഷയത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് അത്തരമൊരു മറുപടിയെ സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതായാലും ഈ വിഷയം ഈ സഭാതലത്തിൽ, ഈ സഭാ സമ്മേളനത്തിലുടനീളം ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് സഭ തുടങ്ങുന്നതിന് മുൻപായി തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വിജിലൻസിനെ സമീപിച്ച ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം, അത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നൊരു ആവശ്യപ്പെട്ടാണ് വിജിലൻസിന് കത്ത് നൽകിയിരിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ചിന് മന്ത്രി നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നൽകാൻ പോകുന്ന റിപ്പോർട്ട് കേസെടുക്കാൻ വകുപ്പില്ല എന്നുള്ളൊരു റിപ്പോർട്ടായിരിക്കും നൽകുക. അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അടഞ്ഞ അധ്യായമായി മാറുകയാണ്. അത് പ്രതിപക്ഷത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസിനോട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഈ ബാർക്കോഴ വിഷയത്തിലുള്ള ആരോപണങ്ങൾക്ക് തിരിതെളിയിക്കും. നാളെ അത് സഭയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്യും. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്, മറ്റന്നാൾ UDFന്റെ മാർച്ച്, അങ്ങനെ സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഒരുപോലെ ഈ സഭാ സമ്മേളനം മുഴുവൻ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതോടൊപ്പം തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട ബില്ലും ഇന്ന് സഭയിൽ വരും. അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്യും. പ്രതിപക്ഷം പറയുന്നത് അതിലെന്തൊക്കെയാണ് അവർ പറയുന്നത്, സർക്കാരിൻ്റെ നീക്കം അതിലെന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബില്ലിൽ വരുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നത് നോക്കിയതിനു ശേഷം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും. ഏകപക്ഷീയമായി അതിനെ എതിർക്കാനോ അംഗീകരിക്കാനോ ഇല്ല. ബില്ല് വരട്ടെ, അതിലെ ഉള്ളടക്കം നോക്കട്ടെ, അതിലെ വ്യവസ്ഥകൾ നോക്കട്ടെ, അതിനുശേഷം നിലപാട് എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഇന്നത് വന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തും. അത് അംഗീകരിക്കപ്പെടുമോ അതോ തള്ളപ്പെടുമോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. ഏതായാലും ആ വിഷയം അതുപോലെ തന്നെ പ്രതിപക്ഷം ആയുധമാക്കും ആ അർത്ഥത്തിൽ. ഏതായാലും ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉന്മേഷത്തോടെ ഊർജ്ജത്തോടെയാണ് അവർ സഭയിലേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിൻ്റെ ഒരു ആവേശം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അനവധിയുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ബാർക്കോഴ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള SFIO അന്വേഷണം, പെൻഷൻ മുടങ്ങിയ സാഹചര്യം, അങ്ങനെ പലവിധ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുണ്ട്. അതേസമയം ഒന്നുപോലും പ്രതിപക്ഷത്തെ തിരിച്ചുകുത്താനോ പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചുവിടാനോ ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ ആ തരത്തിൽ ആയുധങ്ങളില്ല എന്നുള്ളതും ഏറെ പ്രധാനമാണ്. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പേറ്റ വലിയ കനത്ത തിരിച്ചടിയുടെ നിരാശയും ഭരണപക്ഷത്തിനുണ്ട്. ഏതായാലും ഇതെല്ലാം കൂടി കലർന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരിക്കും, പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും സഭാ സമ്മേളനം മുന്നോട്ട്. ചോദ്യോത്തരവേള ഇപ്പോൾ സമാപിക്കാൻ പോകുന്നു. ഈ ചോദ്യോത്തരവേള കഴിഞ്ഞാൽ പോകുന്നത് ഫോട്ടോ സെഷനിലേക്കായിരിക്കും അല്ലേ? ആ ഫോട്ടോ സെഷൻ കഴിഞ്ഞാലാണ് ശൂന്യവേളയിലേക്ക് കടക്കുക, അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസൊക്കെ പരിഗണിക്കുക അല്ലേ? ആണ് സാധാരണ ചോദ്യോത്തരവേള കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശൂന്യവേളയിലേക്ക് കടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഫോട്ടോ സെഷൻ കൂടി തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചോദ്യോത്തരവേള കഴിഞ്ഞാൽ നേരെ അംഗങ്ങളെല്ലാം ഫോട്ടോ സെഷനിലേക്കായി മാറും. അവിടെ മാധ്യമങ്ങൾക്ക് അത് ചിത്രീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം സ്പീക്കർ പ്രതിപക്ഷത്തോടൊരു അഭ്യർത്ഥന വെച്ചിരുന്നു. ഇന്ന് ഈ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ട് ഫോട്ടോ സെഷൻ ആയതുകൊണ്ട് ശൂന്യവേളയിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് റൂൾ 15 പ്രകാരം നോട്ടീസ് നൽകുന്നത് ഒഴിവാക്കണം, അത് സഹകരിക്കണമെന്നൊരു ആവശ്യം ഇന്നലെ പ്രതിപക്ഷത്തോട് സ്പീക്കർ മുന്നോട്ട് വെച്ചിരുന്നു. സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പ്രതിപക്ഷം അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല, അത് അംഗീകരിച്ചിട്ടുമില്ല. ഏതായാലും ഈ
ഫോട്ടോ സെഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഫോട്ടോ സെഷന് ഒരുമിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ തോളോട് തോൾ ചേർന്നവർ നിൽക്കുകയും ചെയ്യും. അതിനുശേഷം സഭാതലത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന റൂൾ 50യുടെ പേരിൽ അല്ലെങ്കിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് അവിടെ തോളോട് തോൾ ചേർന്നവർ ഇവിടെ മുഖത്തോട് മുഖം വിരൽ ചൂണ്ടി പ്രത്യാക്രമണത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടിയായിരിക്കും സഭാതലം വേദിയാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. താങ്ക് യു. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. അല്ലമീൻ, നമുക്ക് ശൂന്യവേളയിൽ വീണ്ടും കൂടുതൽ വിവരങ്ങൾ നിയമസഭയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അല്പസമയത്തിനുള്ളിൽ സഭാ സെഷനിൽ സഭയുടെ 15ാമത്തെ നിയമസഭയുടെ 11ാമത്തെ സെഷന്റെ ചോദ്യോത്തരവേള അവസാനിക്കും. ചോദ്യോത്തരവേള അവസാനിച്ചാൽ ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് ബാർക്കോഴ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി തേടിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരും ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയും. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ